ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നേരത്തെ അല്ല കേട്ടോ എണീച്ചത്, താമസിച്ചാണ് കേട്ടോ എണീച്ചത്. കാരണം എന്ന് വെച്ചാൽ അതിനൊന്നും സ്കൂൾ വിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് എണീച്ചാൽ മതിയല്ലോ എന്ന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടെ കിടന്നതാണ് കേട്ടോ. എണീച്ച് വന്ന സമയത്ത് 9 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെ സ്കൂളില്ലാത്ത സമയത്തല്ലേ കുറച്ചും കൂടെ നേരം കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ എണീച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ച സമയത്ത് തന്നെ മീൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. പെട്ടെന്ന് മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടുപോകാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ വിചാരിച്ചത്. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുഞ്ഞ് കൊണ്ടു കൊടുക്കും. അമ്മേരെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ. അപ്പോൾ അമ്മേരെ അനിയത്തിമാരും ചേച്ചിയും എല്ലാം അടുത്ത് തന്നെ. അപ്പോൾ അവരും ഫുഡൊക്കെ കൊണ്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അല്ലാതെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അമ്മ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ മാറും തിരിഞ്ഞാണ് നമ്മളെല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് കുഞ്ഞ് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മീനും കാര്യങ്ങളൊക്കെ അധികം വാങ്ങിച്ചിരിപ്പുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചെല്ലാം വൃത്തിയാക്കിയൊക്കെ വെക്കാം, കുറച്ച് നമുക്കും എടുത്ത് കറിയൊക്കെ വെച്ച് വെക്കുകയാണ്. പിന്നെ ബാക്കി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നാളത്തേക്കും മറ്റന്നാളത്തേക്കും എടുക്കാമല്ലോ നമുക്ക് മീൻ. അപ്പോൾ പിന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പെട്ടെന്ന് തന്നെ മീനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പുളിമുളകും വെച്ചിട്ടുണ്ടായിരുന്നു, ചാള എടുത്തിട്ട്. പിന്നെ കണ്ണൻകോഴികളെടുത്ത് ഒരു തേങ്ങ അരച്ച് മീൻ കറിയും വെച്ചു. രാവിലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു, മീനും പൊരിച്ചിട്ടുണ്ടായിരുന്നു, തോരനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചൊക്കെ നേരം കിടന്നൊക്കെ ഉറങ്ങി കേട്ടോ. ഉറങ്ങി എണീച്ച സമയത്ത് ചേട്ടനും ഉണ്ണിയും കൂടി കടയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പാലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പോയി വരുന്ന സമയത്ത് തന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അവിടെ നിന്ന് വാങ്ങിച്ച ടോയ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ടോയ്സും കാര്യങ്ങളും. ഒരു വെറൈറ്റി ഉണ്ട്, പക്ഷെ നല്ല റേറ്റും കുറവാണ് ആ ടോയ്ക്കൊക്കെ. പിന്നെ അതിൻ്റെ അകത്ത് ഇരുന്ന ജെംസ് മുട്ടായ പോലെ ഇരിക്കുന്ന ഒരു ചെറിയതാണ് കേട്ടോ. പിന്നെ മൊമ്മൂസ് ചേട്ടൻ കഴിച്ച് നോക്കി, ചേട്ടന് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ അകത്ത് നല്ല ഫില്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് മൊമ്മോസ് ആയിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനും ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും കഴിച്ച് നോക്കി, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ചെടുത്ത് ആദൂനും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. ആദൂന് അങ്ങനെയെല്ലാം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല, പക്ഷേ ആദൂന് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ ഷവർമ ഉണ്ടായിരുന്നു, അങ്ങനെ പിന്നെ ഷവർമയും കഴിച്ചു നോക്കി. നല്ല ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കടയായതുകൊണ്ട് പറയുന്നില്ല, അടിപൊളി സാധനമായിരുന്നു കേട്ടോ. എന്തായാലും ഇനി ഷോപ്പ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.